Hi, hello. Welcome to a brand new video of BioOcean. And എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു 60 ഡേയ്സ് സെറ്റിന്റെ ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. യെസ്റ്റർഡേ വാസ് ദ ഫസ്റ്റ് ഡേ. ആൻഡ് ആ ഒരു ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പഠിക്കുകയല്ല, വി വർ ജസ്റ്റ് ലൈക്ക് ഒരു ഓറിയന്റേഷൻ പോലെ. ആൻഡ് വി ജസ്റ്റ് വെന്റ് ടു ദ സിലബസ് അല്ലെ, സിലബസ് ഒക്കെ നമ്മളൊന്ന് കണ്ടു മനസ്സിലാക്കി. ആൻഡ് ഇന്ന് മുതലാണ് നമ്മൾ ശരിക്കും ടോപ്പിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സി ഇപ്പൊ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി കണ്ടന്റ്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ പെട്ടപ്പാക്കുന്ന രീതിയിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പൊ 1-2 ദിവസം നമുക്ക് മെല്ലെ പോയിട്ട് പിന്നെ ആ ഒരു എന്താ പറയാ, ഒരു അത്യാവശ്യം സ്പീഡുള്ള ഒരു പേസിൽ നമുക്ക് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞു ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളുടെ ലൈക്ക് നമ്മളുടെ സുവോളജിയുടെ സിലബസ് ഒത്തിരി ഉണ്ട്. അതിലൊരു കുഞ്ഞു ടോപ്പിക് നമ്മളിന്ന് പഠിക്കും. ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എപ്പികൾച്ചർ. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ എന്നൊക്കെ നിങ്ങൾക്കൊരു ധാരണ വരും ഈ വാക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ലപോലെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് എപ്പികൾച്ചറിനെ പറ്റിയിട്ട് പഠിക്കും. അത് മാത്രമല്ല, ഈ എപ്പികൾച്ചർ പരിപാടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹണി ബീയുടെ സ്പീഷീസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. എങ്ങനെയാണ് നമ്മൾ ഈ തേനീച്ചകളെ വളർത്തുന്നുണ്ടായിരിക്കുക എന്നുള്ളതും, തേനീച്ചകളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും ടോപ്പിക്സ് ആണ് എപ്പികൾച്ചറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിലബസ് വൈസ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ആസ് യു ഓൾ നോ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർക്കും കൂടെ ഈ വീഡിയോസും ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാൾക്കും അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദ തിങ് ഇസ് ലൈക്ക്, ഫസ്റ്റ് നമ്മൾക്കൊരു ഡെഫിനിഷൻ വേണം. എപ്പികൾച്ചർ എന്താണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സംടൈംസ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പോലെ തരും. ഇപ്പൊ നോക്കിക്കോ, ഇവിടെ കൊടുത്തേക്കുന്ന തന്നെ, എപ്പികൾച്ചർ ഓർ ബീ കീപ്പിംഗ് ഇസ് ദ ആർട്ട് ഓഫ് കെയറിംഗ് ഫോർ and manipulating colonies of honeybee in large quantity over and above their own requirement. അപ്പൊ ഈ എപ്പികൾച്ചർ ഓർ ബീ കീപ്പിങ്ങിന്റെ അവിടെ നമ്മൾക്ക് ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതുകൊണ്ട് എന്ത് ടോപ്പിക് പഠിക്കുമ്പോഴും ഇറ്റ് ഈസ് നെസസറി ടു ലേൺ എ ഡെഫിനിഷൻ ഫോർ ദാറ്റ്. അത്രയും ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ എപ്പികൾച്ചറിനെ നമ്മൾ ബീ കീപ്പിംഗ് എന്നും കൂടെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മളുടെ ഹണി ബീ കോളനീസിനെ നമ്മൾ കെയർ ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് നമ്മൾ 1-2 ഹണി ബീസിനെ അല്ല ഇവിടെ നോക്കുന്നത്, ലാർജ് ക്വാണ്ടിറ്റീസിൽ ഹണി ബീനെ നമ്മൾ കെയർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എപ്പികൾച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ എപ്പികൾച്ചർ നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇപ്പോ ചില ആളുകൾ ഉണ്ടായിരിക്കും റിട്ടയർമെന്റ് കാലത്തിൽ ഒരു ഫൺ ആക്ടിവിറ്റി പോലെയൊക്കെ ഈ എപ്പികൾച്ചർ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഗാർഡനിങ് ഒക്കെ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര ക്രേസ് ഉള്ള ഒരു സംഭവമാണ്. ഒരുപാട് ആളുകൾ ഗാർഡനിങ്ങിലോട്ടൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വിപുലമായിട്ടുള്ള ഒരു ഗാർഡൻ ഉള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ബീ കീപ്പിംഗ് ചെയ്താൽ അത് നല്ലതാണ്. അപ്പൊ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് തേനൊക്കെ കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല സൈഡും ഇതിനുണ്ട്. പക്ഷെ അതല്ലാതെ ആളുകൾ കൊമേഴ്ഷ്യലി കൂടെ ഈ ബീ കീപ്പിംഗ് അല്ലെങ്കിൽ എപ്പികൾച്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ കൊമേഴ്ഷ്യലി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെ 1-2 ബീ കോളനീസ് ഒന്നും ആയിരിക്കത്തില്ല. ഹ്യൂജ് അല്ലെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റീസിൽ ഈ സാധനം ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സും അത്ര തന്നെ ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും. പിടികിട്ടിയോ? അപ്പൊ ഇത് ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും ചെയ്യാം, അല്ലാതെ ഒരു എന്താ പറയാ റീക്രിയേഷൻ അല്ലെങ്കിൽ ഫൺ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബീ കീപ്പിംഗ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് ഈ ഹണി ബീൻ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് ഹണി നമ്മൾക്ക് കിട്ടും അല്ലെ, തേൻ, നല്ല ശുദ്ധമായ തേൻ നമ്മൾക്ക് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല, ബീ വാക്സ്, ഈ മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ബീ വാക്സ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആക്ച്വലി ഈ പറഞ്ഞ ബീ കീപ്പിംഗ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ അത് മാത്രമല്ല, വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഹണി ബീസ് എപ്പോഴും പോളിനേറ്റിംഗ് ഏജൻസ് ആണ് അല്ലെ. പോളിനേഷൻ നടത്തുന്ന ആളുകളാണ് ഹണി ബീസ് എന്ന് പറയുന്നത്. അപ്പൊ സപ്പോസ് നമ്മൾക്കൊരു പാടശേഖരം ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അത് പൂവിടും.
പൂത്ത് കിട്ടിയ സാധനത്തിനെ പോളിനേറ്റ് ചെയ്താൽ മാത്രമേ അതൊരു കായായിട്ട് മാറുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് പോളിനേഷൻ ആവശ്യമാണ്. പോളിനേഷൻ ഏറ്റവും സക്സസ്ഫുൾ ആക്കുക എന്ന് പറയുന്നതാണ് ഒരു ഫാർമറിന്റെ മെയിൻ ആയിട്ടുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫാമിംഗ് ചെയ്യുന്ന ആളുകൾ സൈഡായിട്ട് ബീ കീപ്പിംഗ് ചെയ്യാറുണ്ട്. അതെന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീനെ സംബന്ധിച്ചിടത്തോളം ബീക്ക് ഫുഡ് കിട്ടണം. അത് സാധാരണ പൂക്കളിൽ നിന്നാണ് ബീ കണ്ടെത്തുന്നത്. പൂക്കളിലുള്ള നെക്ടർ ആണ് ഹണി ബീയുടെ ഫുഡ് എന്ന് പറയുന്നത്. നെക്ടർ മാത്രമല്ല കുറച്ചൊക്കെ അവർ പോളൻ ഗ്രെയിൻസും കഴിക്കും. ഓക്കെ. ആൻഡ് ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം ഫാർമറിന് പോളിനേഷൻ നടക്കണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇതിൽ നിന്ന് ഈ ഹണിയും ബീ വാക്സും ഒക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ? അപ്പോ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏപ്പിയറി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബീ കീപ്പിംഗ് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാടശേഖരത്തെ പൂവെല്ലാം പൂത്തതിന് ശേഷം ബീസിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അത് പോളിനേറ്റ് ചെയ്യും. കാരണം അവർ അതിൽ കൂടെ ഫുഡ് നെക്ടർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ അറിഞ്ഞും അറിയാതെയും അവർ എന്ത് ചെയ്യുന്നുണ്ട്? പോളിനേഷൻ നടത്തുന്നുണ്ട്. കാരണം ഒരു പൂവിന് അടുത്ത പൂവിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തിരിക്കും. ഇല്ലേ? അപ്പൊ ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ടും കൂടെ ഇത് വർക്ക് ചെയ്യും. പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ ഫാമറിന് ഒരുപാട് ഈൽഡ് കിട്ടും, ഒരുപാട് കായ്ഫലങ്ങൾ കിട്ടും. അത് മാത്രമല്ല ഇവർക്ക് നല്ലപോലെ ഫുഡ് കിട്ടുന്നതാണ് അല്ലെ? നെക്ടർ നല്ലപോലെ കിട്ടുന്നുണ്ട് ഈ ചെടികളിൽ നിന്നൊക്കെ പൂക്കളിൽ നിന്നൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുണ്ടാക്കുന്ന ഹണിയുടെ ക്വാളിറ്റി കൂടും, ഹണിയുടെ ക്വാണ്ടിറ്റി കൂടും. ഇപ്പൊ രണ്ടുണ്ട് കാര്യം. പിടികിട്ടിയോ? അങ്ങനെ പോളിനേറ്റിംഗ് ഏജന്റ്സ് ആയിട്ടും ആളുകൾ ബീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? വളർത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ. അപ്പൊ ഇതാണ് ഒരു ജനറൽ ഐഡിയ. ഇനി നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ സ്പീഷീസിനെയാണ് നമ്മൾ ഈ ബീ കീപ്പിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ സ്പീഷീസ് ഓഫ് ഹണി ബീസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എടാ ഇപ്പൊ നമ്മൾ ഈ ഒരു പിക്ചറിനകത്ത് ഒരു കുഞ്ഞു പിക്ചറിനകത്ത് ഒരു തേനീച്ചനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവരുടെയും സങ്കല്പത്തിൽ ഒരു തേനീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് മൂന്ന് ചിറകൊക്കെ ഉണ്ട് അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഈ തേനീച്ച കുത്തും, അപ്പൊ അതിനൊരു കൊമ്പ് മാതിരത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. അത് മാത്രമല്ലാതെ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറുപ്പും യെല്ലോയും ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും യെല്ലോ വരകളൊക്കെ ആയിട്ടാണെന്നുള്ളൊരു സിമ്പിൾ ഐഡിയ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഈ പിക്ചറിൽ കാണുമ്പോഴത്തേക്ക് ഈടാ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇവർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ. അതുകൊണ്ടിട്ടാണ് അവരെ നമ്മൾ പല പല പേരിൽ വിളിക്കുക. ഈ ഹണി ബീസ് എല്ലാം വരുന്ന ആ ഒരു ജീനസ് ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി എപ്പിസ് എന്ന് പറയുന്നത്. എപ്പിസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ യു ഹാവ് ടു റിമെമ്പർ ഇത് ബി, ഹണി ബീനെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ എപ്പിസിന്നാണ് ഈവൻ ആ എപ്പിക്കൾച്ചർ എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നത്. ആൻഡ് ഈ ബീ കീപ്പിംഗ് പരിപാടിയിൽ, തേനീച്ച വളർത്തുന്ന പരിപാടിയിൽ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് എപ്പിസ് ഡോർസെറ്റ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ റോക്ക് ബീ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. നമ്മളുടെ ചുറ്റുപാടും അവൈലബിൾ ആയിട്ടുള്ള തേനീച്ചകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൈസ് വൈസ് ഭയങ്കര സൈസുള്ള വലിയ തേനീച്ചകളാണ് ഈ എപ്പിസ് ഡോർസെറ്റ എന്ന് പറയുന്നത്. അപ്പൊ അവര് നമ്മളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ പാടശേഖരങ്ങളിലൊക്കെ കൂടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബീ ഹൈവ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഹൈവ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. ഹണി കോംബ് എന്നൊക്കെ പറയില്ലേ നമ്മള്, അത് ഭയങ്കര വലുതായിരിക്കും. ഈ ബീ ഹൈവ് എന്ന് പറഞ്ഞാൽ ബീസ് താമസിക്കുന്ന സ്ഥലം, അതാണ് ആക്ച്വലി ഹണി കോംബായിട്ട് മാറുന്നത്. അവരതിനകത്ത് തേനെല്ലാം നിറച്ചാണ് ഹണി കോംബായിട്ട് മാറുക അല്ലെ? അപ്പൊ ഈ കൂട്ടര് ആകെ ഒരൊറ്റ കോമ്പേ ഉണ്ടാക്കുള്ളൂ. അത് ഈ മരത്തിന്റെ ശാഖകളിലും അല്ലെങ്കിൽ ഈ കല്ലൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ ഇടുക്കുകളിലൊക്കെയാണ് അവർ പൊതുവെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. പാറയിലൊക്കെ ഇങ്ങനെ തേനീച്ചക്കൂടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴത്തേക്ക്. അപ്പൊ ഒരു വലിയൊരു തേനീച്ചക്കൂടായിരിക്കും അവർ ബിൽഡ് ചെയ്യുക. ഇവര് സൈസിൽ വലുതാണ്, ഇവരുടെ കൂടും ഭയങ്കര വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ കൂടുണ്ടാവുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന പോലെ അതിൽ നിന്ന് എന്ത് കിട്ടും? നല്ലപോലെ തേൻ കിട്ടും. ഒരുപാട് തേൻ കിട്ടുന്ന ഒരു വകുപ്പാണ് ഈ എപ്പിസ് ഡോർസെറ്റ എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വളർത്തിയെടുക്കല് ഭയങ്കര പണിയാണ്. കാരണം ഇവര് ഭയങ്കര അല്പം ഇങ്ങനെ എന്താ പറയാ ടെറർ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവര് നമ്മളെ പെട്ടെന്ന് കുത്തും. നമ്മള് എന്തെങ്കിലും തേനെടുക്കാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവര് പെട്ടെന്ന് കുത്തും. കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ അത് സിവിയർ ആയിട്ട് ആദ്യം പനിച്ചായിരിക്കും തുടങ്ങണ്ടായിരിക്കുക. സാധാരണ നമ്മുടെ വീട്ടിൽ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ വരുന്ന തേനീച്ച കുത്തി കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഇല്ല. കുത്തി നമുക്ക് കുറച്ചു നേരം അതിങ്ങ് നീര് വെച്ചിരിക്കും. പിന്നെ കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഓൾ ഓക്കെ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അല്ലെ? പക്ഷേ ഇവന്മാരെ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം പനിയായിട്ട് തുടങ്ങും. പനിച്ച് പിന്നെ അത് മേലാണ്ടായി നമ്മൾക്ക് എന്ത് പറ്റാം? മരണം വരെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ടെറർ സൈഡിലുള്ള ആളുകളാണ് ഇവന്മാർ. അതുകൊണ്ട് നമുക്ക് അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വളർത്താൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഇതാണ് എപ്പിസ് ഡോർസെറ്റ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കൂട്ടരാണ് എപ്പിസ് ഇൻഡിക്ക. രണ്ടാമത്തത് എപ്പിസ് ഇൻഡിക്ക. എടാ ഇൻഡിക്ക എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി നമ്മളുടെ ഇന്ത്യൻ വെറൈറ്റി ആയിരിക്കും. ഇന്ത്യൻ ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും.
ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ വാസുകി, ഈ പറഞ്ഞ പോലെ വാസുകി ഇൻഡിക്ക, അത് ആക്ച്വലി ഒരു പാമ്പാ ഇന്ത്യയിലെ അല്ലെ. അങ്ങനെ ലൈക്ക് എപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബി ആണ് കേട്ടോ, ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ബി ആണ്. ആൻഡ് ഇത് അധികം സൈസ് ഒന്നുമില്ല, അത്യാവശ്യം മീഡിയം സൈസിലൊക്കെയുള്ള ഒരു തേനീച്ചയാണിത്. ആൻഡ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോമ്പായിരിക്കില്ല അത് സൃഷ്ടിക്കേണ്ടായിരിക്കുക, ഒരുപാട് പാരലൽ ആയിട്ടിരിക്കുന്ന ഒരുപാട് കോമ്പ്, ഹണി കോമ്പുകൾ അത് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ വീടിന്റെ മതിലിലൊക്കെ അല്ലെങ്കിൽ സൺഷെയ്ഡിലൊക്കെ കൂട് കൂട്ടുന്നതൊക്കെ ഇവന്മാരാണ്. മരച്ചില്ലകളിൽ നമ്മൾ ഈ ചില ഒഴിഞ്ഞ പറമ്പൊക്കെ ഉണ്ടാവില്ലേ, അവിടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ തേനീച്ചക്കൂട് കാണുകയാണ്, മരത്തിന്റെ ശിഖരങ്ങളിലൊക്കെ തേനീച്ചക്കൂട് കാണുകയാണെങ്കിൽ അത് ഇന്ത്യൻ ബീസ് ആയിരിക്കും. പിന്നെ അതുപോലെ മൺപാത്രങ്ങളുടെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലും കുഞ്ഞു കുഞ്ഞു കൂടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ബീസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രശ്നക്കാരനല്ല ഇവൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾക്ക് ഇതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് റിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുഴപ്പമില്ലാത്ത സൈസിൽ നമ്മൾക്ക് ലൈക്ക് തേനും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ബി വെറൈറ്റീസിന്റെ പേര് പഠിക്കണം. ഇതിലേറ്റവും വലുത് ഏതാ, എവിടെയാ ഓരോരുത്തരും കൂട് കൂട്ടുന്നുണ്ടായിരിക്കുക, അതിന്റെ കോമൺ നെയിം എന്താ, സയന്റിഫിക് നെയിം എന്താ, എല്ലാം പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് ബി, അതാണ് എപ്പിസ് ഫ്ലോറിയെ എന്ന് പറയുന്നത്. എപ്പിസ് ഫ്ലോറിയെ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബി. ഓക്കെ, ഈ പറഞ്ഞ പോലെ ലിറ്റിൽ ബി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇത് ഭയങ്കര സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ബി ആണ്, ചെറിയ സൈസാണ് അവന്മാർക്ക്. ആൻഡ് അവരുടെ കോമ്പും അതുകൊണ്ട് ഭയങ്കര ചെറുതായിരിക്കും, ഭയങ്കര കുഞ്ഞു കൂടായിരിക്കും അവരുടെ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ തേൻ കിട്ടുന്നതൊക്കെ ഭയങ്കര കുറവാണ്. കുഞ്ഞു കൂടിനകത്ത് വളരെ കുറച്ച് എമൗണ്ടിൽ തേനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിന് തേൻ കിട്ടുന്നതിന്റെ സാധ്യതയൊക്കെ ഭയങ്കര കുറവാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ചെറിയ സൈസാണ്, ചെറിയ കൂടാണ്, കുറച്ച് എമൗണ്ട് തേൻ മാത്രമേ ഇവരിൽ നിന്ന് ഉണ്ടാവുള്ളൂ, ലിറ്റിൽ ബീന്ന് ഉണ്ടാവുള്ളൂ. ഇനി ലാസ്റ്റ് വൺ, പക്ഷെ മെയിൻ ആളാണ് എപ്പിസ് മെല്ലിഫെറ. ആൻഡ് ഇതിനെയാണ് നമ്മൾ യൂറോപ്യൻ ബി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഈ പറഞ്ഞ എപ്പിസ് മെല്ലിഫെറ എന്ന് പറയുന്നത് ഏകദേശം നമ്മളുടെ ഇന്ത്യൻ ബീനോട് സിമിലർ ആണ്, ഏകദേശം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനെ നമ്മൾ ഇറ്റാലിയൻ ബി എന്നും കൂടെ വിളിക്കാറുണ്ട് കേട്ടോ. ഈ എപ്പിസ് മെല്ലിഫെറേനെ ഉണ്ടല്ലോ, ഇറ്റാലിയൻ ബി എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇതിനെ ഇറ്റാലിയൻ ബി എന്ന് വിളിക്കുന്നതിന്റെ റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമ്മളുടെ ഇന്ത്യയിലോട്ട് ഇതിനെ കൊണ്ടുവന്നത് നമ്മളുടെ ഇതിന്റെ തേനിന്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾക്ക് തേൻ കിട്ടും, ഒരുപാട് ഭയങ്കര ജാസ്തി ക്വാണ്ടിറ്റിയിൽ നമുക്ക് തേൻ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിനെ വളർത്തിയെടുക്കാനും വലിയ പ്രശ്നമില്ല, ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പല ആളുകൾ ഇതിനെ വളർത്തുന്നുണ്ട്, പല ആളുകൾ ഇതിന് തേനും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ബീനെ പോലെയൊക്കെ തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് എപ്പിസ് മെല്ലിഫെറ എന്ന് പറയുന്നത്. പക്ഷെ ഇവന്റെ തേൻ ക്വാളിറ്റിയും ഇവന്റെ തേനിന്റെ എമൗണ്ട് ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു 4 സ്പീഷീസ് നമ്മൾ പഠിച്ചു: എപ്പിസ് ഡോർസെറ്റ, എപ്പിസ് ഇൻഡിക്ക, എപ്പിസ് ഫ്ലോറിയെ, എപ്പിസ് മെല്ലിഫെറ. അപ്പൊ ഇതിനകത്ത് ഒട്ടും തേൻ കിട്ടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ റെഡി ആവണം. ദാറ്റ് ഈസ് എപ്പിസ് ഫ്ലോറിയെ. ഇന്ത്യൻ വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ എപ്പിസ് ഇൻഡിക്ക. റോക്ക് ബി ഏതാണെന്ന് ചോദിച്ചാൽ എപ്പിസ് ഡോർസെറ്റ. അങ്ങനെ ഓരോന്നിന്റെ പേരും കാര്യങ്ങളൊക്കെ വിവരങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ബീ കീപ്പിംഗ് ചെയ്യുന്നതിന്റെ പല വിധത്തിലുള്ള മെത്തേഡ്സ്. പഴയ കാലത്ത് ചെയ്തിരുന്ന ഒരു രീതിക്ക് ഇപ്പൊ നമ്മൾ മോഡേൺ ആയിട്ട് ചെയ്യുന്നത് വേറൊരു രീതി, അങ്ങനെയാണ്. നമ്മൾ രണ്ടും പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് പഴയ കാലത്ത് ഇത് ചെയ്തിരുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ കറന്റ്ലി ഇത് ചെയ്യുന്നതെന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇൻഡിജീനസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ ബീ കീപ്പിംഗ് ചെയ്തിരുന്ന മെത്തേഡ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഉണ്ടായിരുന്ന ബീ ഹൈവ് എന്ന് പറയുന്നത് മതിലിൽ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ട് നമുക്ക് അവനെ മാറ്റാനൊന്നും പറ്റത്തില്ല, ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തരത്തിലുള്ള ഹൈവാണ് പണ്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു റെക്ടാങ്കിൾ ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനൊരു കുഞ്ഞു ദ്വാരം ഉണ്ടായിരിക്കും, ആ കുഞ്ഞു ദ്വാരത്തിൽ കൂടെയാണ് ഇതുങ്ങൾ അകത്തേക്കും പുറത്തേക്കൊക്കെ പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്നത് പോലെ നമ്മൾ ഈ ഇടയ്ക്ക് ലൈക്ക് ഈ ആളുകൾ തേനൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരില്ലേ, അവരുടെ കയ്യിലൊക്കെ ഇതുണ്ടായിരിക്കും. മൂവബിൾ ആയിട്ടുള്ള ബീ ഹൈവ്സ് ഉണ്ട്. ഒരിടത്തു നിന്ന് മാറ്റി വേറൊരിടത്ത് വെക്കാം. അത് പൊതുവെ മരത്തിന്റെ ഒരു കൂട് പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂട് പോലെയോ അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ സെറ്റപ്പ് ഉണ്ടാവുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൈക്ക് ഹൈവ്സും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഈ ബീ കീപ്പേഴ്സ് ഉണ്ടല്ലോ, ഈ തേനീച്ച കൃഷി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മരങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഈ തേനീച്ചകളെ, ആവശ്യത്തിനുള്ള തേനീച്ചകളെ പിടിക്കും. പിടിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ, അതിനെ ഇവിടോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവരുടെ ഈ ഹൈവ് ഉണ്ടല്ലോ, ഈ ഹൈവിലോട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ആ ഹൈവിൽ ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും,
ഹണിയൊക്കെ അവര് റെഡിയാക്കാൻ തുടങ്ങും. ആൻഡ് അതിനകത്തുള്ള ഓരോരോ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള കോമ്പ് ഉണ്ടല്ലോ, അത് അവർ ഫില്ല് ചെയ്ത് ആ ഏകദേശം ആ ഹൈവ് കംപ്ലീറ്റ് നിറഞ്ഞു എന്നാകുമ്പോഴത്തേക്കും ഈ ബീ കീപ്പേഴ്സ് വന്നിട്ട് അതിനെ എന്ത് ചെയ്യും, അതിനെ പുകയ്ക്കും. ഈ ഹൈവ് ഉള്ള സ്ഥലം മൊത്തത്തിൽ പുകയിടും. പുകയിടുമ്പോഴത്തേക്ക് ആ പുകയിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ ഇവർ അവിടുന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഓടിപ്പോയി കഴിയുമ്പോഴത്തേക്കും ഇവര് ഈ കോമ്പ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഹണി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ക്ലോത്തിൽ കൂടെ അരിച്ചിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കുഴപ്പമില്ലാത്ത എമൗണ്ട് ഓഫ് ഹണിയും കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള ഹണിയൊക്കെ നമുക്ക് കിട്ടും. ഇനി മോഡേൺ ആയിട്ടുള്ള ബീ ഹൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ സ്ക്വയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒരു പോളിഗണൽ ഷേപ്പിലുള്ള ഒരു ബോക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിന് ടോപ്പോ ബോട്ടോ അങ്ങനെയൊന്നുമില്ല. അത് ആക്ച്വലി ഇങ്ങനെ ഒന്നിന്റെ മേലെ അട്ടി വെച്ച് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും താഴെയായിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 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 ഫ്ലോർ ഉണ്ട്. ഏറ്റവും താഴെ അതിനൊരു ഫ്ലോർ ആണുള്ളത്. ആൻഡ് അതിന് മുകളിലായിട്ട് നമുക്കുള്ള ഒരു ഭാഗമാണ് ക്രൗൺ ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും മുകളിൽ ഈ ഹൈവ് ഉണ്ടല്ലോ, ഏറ്റവും താഴെ ഒരു ഫ്ലോർ മാതിരത്തെ സ്പേസ് ഉണ്ട്. ഏറ്റവും മുകളിലുള്ളതാണ് ക്രൗൺ ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ ബോക്സിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെർട്ടിക്കലി വുഡൻ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പാരലൽ ആയിട്ടുള്ള രീതിയിൽ മരത്തിന്റെ ഫ്രെയിംസ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫ്രെയിംസിനകത്താണ് ആക്ച്വലി ഇവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇവർ ഈ കോമ്പ് ബിൽഡ് ചെയ്യുന്നത്. ഈ തെനിച്ച ഉണ്ടല്ലോ, അതിന്റെ ഹെക്സഗൺ ഷേപ്പിലുള്ള കോമ്പ് എല്ലാം ബിൽഡ് ചെയ്യുന്നത് ഈ മരത്തിന്റെ ഫ്രെയിമിനകത്താണ്. പിടികിട്ടിയോ? എന്നിട്ടാണ് അവർ അതിനകത്ത് തേൻ നിറയ്ക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബീ ഹൈവിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇതിന്റെ സ്പേസിംഗ് ഉണ്ടല്ലോ, ഈ പല പല പെട്ടികളെന്ന് പറഞ്ഞില്ലേ, താഴെ ഒരു ഫ്ലോർ ഉണ്ട്, മുകളിലൊരു ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ അതിനകത്ത് ഏറ്റവും താഴെ ഒരു വലിയ ബോക്സ് ഉണ്ടാവും. ആ ബോക്സിനെ നമ്മൾ ബ്രൂട്ട് ചേംബർ എന്ന് വിളിക്കും. ഈ ബ്രൂട്ട് ചേംബറിനകത്താണ് പൊതുവെ ക്വീൻ ബീ ഇരിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ബോക്സസിനെ നമ്മൾ സൂപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഹണിയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പേഴ്സ് ഉള്ളത്. അപ്പൊ ഈ ബ്രൂട്ട് ചേംബറിൽ ഇരിക്കുന്ന ക്വീൻ ഒരിക്കലും സൂപ്പേഴ്സിലോട്ട് ചെല്ലാനായിട്ട് പാടില്ല. അപ്പൊ ക്വീൻ ഒരിക്കലും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്വീൻ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു തടസ്സം പോലെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തുവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് മാത്രമേ ഈ പറഞ്ഞ സൂപ്പേഴ്സിലോട്ട് പോവുള്ളൂ. മനസ്സിലായോ? അപ്പം ഒരു 4 ബോക്സ് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കുന്നത് പോലെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പൊ 4 ബോക്സിനകത്ത് ഏറ്റവും താഴെയുള്ള ബോക്സ് ആക്ച്വലി ഒരു വലിയ ബോക്സാണ്. അതിന് നമ്മൾ ബ്രൂട്ട് ചേംബർ എന്ന് വിളിക്കും. അതിനകത്താണ് ക്വീൻ ഇരിക്കുന്നത്. ക്വീൻ നിങ്ങൾക്ക് അറിയാം, മുട്ടയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഐറ്റമാണ്. അതിന് പ്രത്യേകിച്ച് വേറൊരു റോളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വീൻ മറ്റ് ബോക്സസിനോട്ട് പോകാൻ പാടില്ല. ബാക്കിയുള്ള ബോക്സസുകൾ ഉണ്ടല്ലോ, ഈ ബ്രൂട്ട് ചേംബറിന്റെ മുകളിലിരിക്കുന്ന ബാക്കി ബോക്സസിനെ നമ്മൾ സൂപ്പേഴ്സ് എന്ന് വിളിക്കും. ഈ സൂപ്പേഴ്സ് ആക്ച്വലി അതിന്റെ ഉള്ളിലാണ് ആ വുഡൻ ഫ്രെയിം ഒക്കെ ഉള്ളത്. ആ ഫ്രെയിമിനകത്താണ് അവർ കോമ്പ് സെറ്റ് ചെയ്യുക. അപ്പൊ ഈ ബോക്സസിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേന് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ ക്വീൻ ഒരിക്കലും ഈ തേൻ സൂക്ഷിച്ചു വെക്കുന്ന സൂപ്പേഴ്സിനോട്ട് വരാൻ പാടില്ല. അപ്പൊ ഈ താഴത്തെ പെട്ടിയും മുകളിലത്തെ പെട്ടികളും തമ്മിൽ ഒന്ന് തരംതിരിക്കാൻ വേണ്ടിയിട്ട് ക്വീൻ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഒരു തടസ്സം പോലെ. അപ്പൊ ഈ ബ്രൂട്ട് ചേംബറിന് അകത്തിരിക്കുന്ന ക്വീനിന് ഒരിക്കലും സൂപ്പേഴ്സിനകത്തോട്ട് എത്താൻ പറ്റില്ല. സൂപ്പേഴ്സിലേക്ക് ആർക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ? വർക്കേഴ്സിന് മാത്രമേ എത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ബീ ഹൈവ് ഒക്കെ ചെയ്തെടുക്കുന്നത്. പിടികിട്ടിയോ? ഈ ബീ പ്രൊഡക്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റ് ഒബ്വിയസ്ലി ഹണിയാണ്. ആൻഡ് അവിടെ ആ കൂട്ടിനകത്തുള്ള ബാക്കിയുള്ള ഹണി ബീസിനും ചെറിയ ലാർവയ്ക്കൊക്കെ ഉള്ള ഫുഡായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര എന്താ പറയുക, വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് അല്ലേ, നല്ല മധുരമൊക്കെ ഉള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഈ ഹണിയുടെ കോമ്പോസിഷൻ ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. വെള്ളം ഏകദേശം 13 മുതൽ 20% വരെ കാണാൻ പറ്റും തേനില്. ഫ്രക്ടോസ് ഒരു 40 മുതൽ 50% വരെ, ഗ്ലൂക്കോസ് ഒരു 2 മുതൽ 3% വരെ, കുറച്ച് മിനറൽസും വിറ്റമിൻ B1, B2, C അങ്ങനെയുള്ള കുറച്ച് വിറ്റമിൻസും നമുക്ക് എവിടെ കാണാം? ഈ ഒരു സംഭവത്തിൽ കാണാൻ പറ്റും. ഓക്കെ, എന്തില്? തേനിൽ കാണാൻ പറ്റും. ഇനി തേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡാണ്. ഒരുപാട് വിറ്റമിൻസും ഒക്കെ ഉണ്ട്. വിറ്റമിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേനിനെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് തേനും ഒക്കെ വിറ്റമിൻസ് തരുന്നുണ്ട്, എനർജി തരുന്നുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഇതൊരു മെഡിസിൻ ആയിട്ട്, അല്ലെ, ആയുർവേദത്തിലൊക്കെ ഇതൊരു മെഡിസിൻ ആയിട്ട് നമ്മൾ പറയലുണ്ട്. ആയുർവേദം, യുനാനി പോലെയുള്ള സംഭവങ്ങളിൽ മെഡിസിൻ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ പനിയോ അങ്ങനെ ശ്വാസതടസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ തേനിൽ ചാലിച്ച് കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തേൻ യൂസ് ചെയ്യും. പിന്നെ നമ്മളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തേൻ യൂസ് ചെയ്യലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബ്യൂട്ടി ലോഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? തേൻ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയ കൾച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തേൻ യൂസ് ചെയ്യലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിഷക്കെണി വെക്കില്ലേ, നമ്മൾ എലിക്കൊക്കെ കെണി വെക്കുന്ന പോലെ
അതുപോലത്തെ കെണിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത് കിട്ടുന്ന മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബീ വാക്സ്. പൊതുവെ നമ്മളുടെ കൂട്ടിനകത്തുള്ള വർക്കർ ബീ ഇല്ലേ, ഈ വർക്കർ ബീയുടെ ബോഡിയിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് വാക്സ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. വാക്സ് ഗ്ലാൻഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീ വാക്സ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇത് പൊതുവെ ഈ വാക്സ് അവരുടെ തന്നെ കോമ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഹെക്സഗൺ ഷേപ്പിലോട്ടൊക്കെ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഈ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീ വാക്സ് ഒക്കെ എന്ത് ചെയ്യലുണ്ട്, യൂസ് ചെയ്യലുണ്ട്. അപ്പം ക്യാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫാർമസിയിൽ നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വാർണിഷ്, പെയിന്റ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ നൂലിലൊക്കെ ഒരു മെഴുകിന്റെ കോട്ടിങ് ഉണ്ടായിരിക്കും ചില നൂലുകളിൽ, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പ് ആക്ച്വലി ആ ഹെക്സഗൺ ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ വാക്സ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഭിത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പിടികിട്ടിയോ. അപ്പൊ ഇങ്ങനെ രണ്ട് സാധനങ്ങളാണ് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടുക, ഈ ഹണി കോമ്പിൽ നിന്നിട്ടൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിനകത്ത് എന്താണ് എപ്പിക്കൾച്ചർ എന്ന് പഠിച്ചു, എന്താണ് ബീ കീപ്പിംഗ് എന്ന് പഠിച്ചു, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെറൈറ്റീസ് പഠിച്ചു, എങ്ങനെയാണ് നമ്മൾ ഈ ബീ കീപ്പിംഗ് ചെയ്യുന്നുണ്ടായിരിക്കുക, എന്തൊക്കെ പ്രൊഡക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിനകത്ത് വളരെ എന്താ പറയാ ക്രിസ്പായിട്ടേ പോയിന്റ്സ് കൊടുത്തിട്ടുള്ളൂ. പഠിക്കുമ്പോൾ എല്ലാ പോയിന്റ്സും കാര്യമായിട്ട് തന്നെ പഠിക്കണം, അല്ലാതെ ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ പോരാ. ഈ ഓരോ പോയിന്റ്സും ആക്ച്വലി റെഫർ ചെയ്തിട്ട് തന്നെയാണ് എഴുതിയേക്കുന്നത്. ഞാൻ എൻ്റെ ബി.എഡ് കാലത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണോ ഞാൻ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത്, എൻ്റെ നോട്ട്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആ നോട്ട്സും എക്സ്ട്രാ റെഫറിങ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പോയിന്റ്സ് ഒന്നും ഇപ്പോൾ വിട്ട് കളയരുത്, അത്യാവശ്യം നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിടികിട്ടിയോ? പിന്നെ അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡിയും കൂടെ ചെയ്യണം. വീഡിയോയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, സെൽഫ് സ്റ്റഡി ചെയ്യുക. സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഡൗട്ട്സ് വരുന്നുണ്ടാവുക. ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, അതുവഴിയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. സെൽഫ് സ്റ്റഡിയും ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വൈകിട്ട് 6 മണിക്കാണ് ഇതിൻ്റെ വീഡിയോ എയർ ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് അല്പം കൂടെ നേരത്തെ വേണമോ, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടെ കമന്റ് ബോക്സിൽ പറഞ്ഞാലൊന്ന് നല്ലതായിരിക്കും. കാരണം 6 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരക്കിലാകുന്ന ഒരു സമയമാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പം ഇന്ന് ഇത്രേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എപ്പിക്കൾച്ചർ കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ കുട്ടി കുട്ടി ടോപ്പിക്സ് പഠിക്കും. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ടോപ്പിക്സ് പഠിച്ചിട്ട് പിന്നെ വലിയ ടോപ്പിക്സിലോട്ട് നമുക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.